ആഹാ, സാറന്മാരെല്ലാം വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ? ഞാൻ കുറെ ഉപദേശിച്ച സാറേ, ഇവരാരും നന്നാവില്ല. ശരവണ സാർ എന്തി? സാർ റേഞ്ച് ഓഫീസിൽ പോയിക്കോ. ആ ആണോ? എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. എന്താണ് കാടൊക്കെ കണ്ട് തീർന്നോ? ചാടിച്ചാടി നിക്കേ, ഹൈ റേഞ്ച് ഒക്കെ അല്ലേ? ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം. ഫോറസ്റ്റ്. അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല. ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ. അത് ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ. നമ്മുടെ പാപ്പച്ചന്റെ കേസ് എന്തായി? അവനെ പൂട്ടുവോ? ഓ, ഒരു രക്ഷയില്ല സാർ. കിട്ടിയ ഞാൻ അറിയിക്കാം. ഞാൻ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ഒന്നും ചെയ്യണ്ട, ഞാനിതിൽ പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങ് ചെയ്യും. ചെയ്യൂ. അതാ എന്ത് വേണം ചെയ്യും. ചോറിന് കൂട്ടാൻ കാട്ടിറച്ചി വല്ലതും ഉണ്ടോ? ചക്കക്കുരു വാങ്ങിട്ട് വേണോ? അപ്പൊ ശരി. അപ്പൊ ശരി. മിക്കവാറും ഇയാളുടെ കേറിയിറങ്ങല് കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണ കാര്യം ഉറപ്പാ. നോക്കി കളിക്കുന്നിരിക്കട്ടെ. ഞാൻ കരുതി ഫോറസ്റ്റിന്റെ വണ്ടിയായിരിക്കുന്നു. അയ്യോ അല്ല, അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ ഒരു വർത്താനമുണ്ട്. അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളി വല്ലതും ഉണ്ടോ? അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല. അതേതായാലും നല്ലതാ. ഒരു വീട്ടിലും ആണുങ്ങൾ ആരുമില്ല, എല്ലാവരും ഒളിയല്ലേ. മറ്റേ വെടിയിറച്ചി. പഴയൊരു ബഹുമാനമൊന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല. ഒരുമാതിരി കാട്ടിറച്ചി നിന്നവനെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ. അല്ല, അതിന് അച്ഛൻ കഴിച്ചത് ശരവണ പോലെ മസാല ദോശയൊന്നും അല്ലല്ലോ. കാട്ടുപറമ്പിൽ അച്ചോന്ന് ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ ഇപ്പൊ കാട്ടുപോത്തച്ചോന്നാ വിളിക്കുന്നത്. കർത്താവിന് ഇറവുണ്ട. കൊച്ചിന്റെ ഡ്രസ്സൊക്കെ എനിക്ക് കോയമ്പത്തൂർ പോകാൻ തോന്നിയേ. ഇല്ലെങ്കിൽ ഞാനും പെട്ടെന്നും ജസ്റ്റ് മിസ്സാ. എങ്ങുണ്ടായിരുന്നു കൊച്ചു ഇറച്ചി? എളുപ്പമായിരുന്നു. കേൾക്കാനുള്ളൊരു കൊതി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. മനസ്സിലാവണ്ടല്ലാരും. കപ്പ്യാരടക്കം ഒളിവ് പോയി. പള്ളിക്കകത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല. ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി ബോറടിച്ചോ. ഞാൻ തോട്ടത്തിൽ നിന്ന് 2 ബംഗാളികളെ അയക്കാം. മലയാളമൊക്കെ നല്ലോണം അറിയാവുന്നവരാ. വെരി ഫ്ലുവന്റ്. എന്നാ അച്ഛോ? ലാലപ്പന്റെ ആണ്ടുകുമ്പസാരം കഴിഞ്ഞിരുന്നോ? അച്ഛൻ ഓർമ്മയില്ല. കഴിഞ്ഞ വലിയ ഞാനല്ലേ വന്ന് കുമ്പസാരിച്ചേ, ഓർമ്മയില്ല? എന്നാ താൻ പോയി അടുത്ത കുമ്പസാരത്തിനുള്ള പാപം ചെയ്തേച്ചു വാ. ഒരു വിശ്വാസി വന്നിരിക്കുന്നു. താങ്ങിയതാണോ കാട്ടുപോർമ്മ? അച്ഛാ വേണം ജീപ്പേ പോ, ഞാൻ കൊണ്ടുവന്ന് ആക്കാം. വേണ്ട, ഈ കാട്ടുപോത്തിന്റെ അടുത്തിരുന്ന് എങ്ങനെയാ? പാവാണോ എന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. കൊന്തയെല്ലാം ഇരിക്കുമ്പോഴും നിന്റെ മാന്തലിന് ഒരു കുറവില്ല. നിന്റെ ഫോണിൽ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. ചാച്ചനില്ലാത്ത എന്റെ നല്ല സൗകര്യം. അമ്മ, അവൾ ഏതുനേരം ഫോണില് വാട്സാപ്പിലാന്നേ. ഓ, ഒരു ഗീവർഗീസ് പുണ്യാളെ. നിന്നെ എനിക്ക് അറിയാട്ടോ. എന്തോന്ന്? എനിക്ക് വിശക്കണെന്ന്. അല്ലെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ. നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊന്തയെല്ലാം ഇരിക്കുമ്പോഴാണല്ലോ വിശപ്പ്. എന്താ അവിടെ ശബ്ദം? കണ്ട പന്നി വല്ലോ ഇരിക്കും. പറമ്പ് മുഴുവൻ കുഴിയല്ലേ. നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലെ പന്നികളെല്ലാം അറിഞ്ഞു കാണും. എന്ത് സ്വപ്നം കണ്ടിട്ടാണാവോ ഇരിക്കണത്? പിള്ളേര് എന്തെങ്കിലും ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാര് അത് ചീത്തയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കുറച്ചങ്ങ് വാങ്ങിക്കും. പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ. അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി. നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അന്ന് നീ കരഞ്ഞപ്പോൾ ഞാനും ഒരുപാട് കരഞ്ഞു. എന്താ നിർത്തിയേ? എന്തിനാ പറഞ്ഞിട്ട് വെറുതെ. ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ. എന്താ ചിരിക്കണേ? നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞ് 1.5 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ചേട്ടൻ പറയുമായിരുന്നു, ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന്. കെട്ട് കഴിഞ്ഞ് 6 മാസം എടുത്തു ട്രെയിനോടൊന്നും മിണ്ടാൻ തന്നെ. പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? മറന്നു. അപ്പം മറന്നോ? പിന്നെ മറക്കണ്ടേ? ആരായാലും മറക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയുസൊന്നുമില്ല. വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ്, അല്ലാതെന്താ. ശരിയാ, എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട്? ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത്. അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട്, അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട. ആ
അല്ല, എന്താ ചേട്ടന്റെ പ്ലാൻ? പ്ലാൻ? എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെ കത്തി കത്തി ചാരമാകുമ്പോൾ ആ ചാരം എടുത്ത് ഞാനെൻ്റെ നെറ്റിയിൽ ഒരു കുറി വരയ്ക്കും. നമ്മുടെ കരിക്കുരിശ് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി. അപ്പൊ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? പോണമല്ലോ. കൊണ്ടുപോകാൻ ആള് വരട്ടെ. ആര്? പാപ്പച്ചൻ ചേട്ടാ, പാപ്പച്ചൻ ചേട്ടാ, ഇതിൽ തേങ്ങ വെച്ചിട്ടാവുമായിരുന്നു. ദേ ആരണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി ആരോടൊക്കെ വരുന്നു? ഇതിപ്പോ എനിക്കാണ് തയ്യല്ലോ. ഒന്ന് എവിടെയെങ്കിലും പോയി ഒളിക്ക്. ഈ ഗസ്റ്റുകളുടെ കാര്യം. കർത്താവേ. അതല്ല രസം, റീനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. കർത്താവേ, ബെന്നിച്ചൻ ചേട്ടൻ. അയ്യോ, പാപ്പച്ചൻ ചേട്ടൻ. കറക്റ്റ് ടൈമിന് പെണ്ണി എത്തിയല്ലോ. ശേ സിസ്ലിക്കുട്ടി, കലല്ലേ? എന്താ ഇത്? ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തന്നെ ഉണ്ടാവുമല്ലോ. പണ്ട് ഞാൻ തെറ്റാലിക്ക് മരയൊന്നിന് അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞായിരുന്നു ഞാനൊരു വലിയ ആളാകുമെന്ന്. പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്തോണ്ടാ സിസ്ലിക്കുട്ടിക്ക്. ഇപ്പൊ ഞാൻ കാട്ടുപോത്തിനാണല്ലോ ഇവിടെ വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വലിയ ആളായി അല്ലേ? അതെ, വല്ല നടക്കൂ. ഇനി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ സിസ്ലിക്കുട്ടി, കരയല്ലേ? കണ്ണുതിരിക്കണ വേസ്റ്റ് ആക്കല്ലേ? ഇനി എത്രയോ കരയാൻ കിടക്കുന്നു. ബെന്നിയെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത 2 ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു. ചേട്ടാ, ഞാൻ ഇന്നലെയും കൂടി ഇതിലേക്ക് ഇറങ്ങടിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഷോട്ടാണ് ഞാൻ അറിഞ്ഞില്ല. എന്റെ ജീവിതം കുളമാക്കിയപ്പോ ചേട്ടന് സമാധാനമായില്ല. എന്താ സിസ്ലി കുട്ടി, ഇതൊക്കെ ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് എടുക്കണ്ടേ? വീണ്ടും ആൾ കൂടിയോ? തിരക്കുകളൊക്കെ മാറ്റി വെച്ചോടെ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എടാ ചോക്കൂടെ, നീയാണോ ജാഥ ക്യാപ്റ്റൻ? കണ്ടില്ലേ, പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റിയേക്കാം. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ. എടാ, അമ്പലക്കൊന്നും കൊള്ളിക്കാരൊന്നും കാണുന്നില്ലല്ലോ. നീ അവരൊന്നും അറിയിച്ചില്ലേ? ഒരു ഉത്തരവാദിത്വം ഇല്ല. പാപ്പച്ചോ, എന്റെ പൊന്നു സിസു, റീന, നീ എന്താ കരയുന്നത്? ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഒട്ടും മനക്കെട്ടിയില്ല. വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ? വെനി, നിന്നെ വിട്ടോ? സിസു, നീ പേടിക്കണ്ട. ദേ വെനിച്ച നിൽക്കുന്നത് നല്ല പയർ വേറെ പോലെ. രാത്രി ഞാൻ പറഞ്ഞില്ലേ സിസു, നോട്ട് ഇൻജുറി ടു ഹെൽത്ത്. നല്ല ഇടി കിട്ടിയല്ലേ? മുടിയൊക്കെ വളർന്നോടാ. ചാച്ചൻ ജയിൽ മോചിതനായി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി അപ്പാച്ചി സ്റ്റൈൽ വെട്ടാം. ഞാനെന്നാ പോയിട്ട് വരാം. നിങ്ങൾ വരാണ്ടിരിക്കുക എന്ത് വെച്ച് ചെയ്തോ? ഈ 2 ദിവസം നിങ്ങൾ ഇവിടെ എന്തുണ്ടാക്കണായിരുന്നു എനിക്കറിയണം. പറ. എന്നാലും ധൈര്യം സമ്മതിക്കണം, അതും പട്ടാ പകല്. കേന്ദ്രസേനല്ലേ? ബെന്നി, എടാ, അന്ന് നിന്നെ പൊക്കിയത് സത്യത ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതെ, പിന്നെ ആ കട്ടിലിൻ്റെ അടിയിൽ ഇരുന്ന കുപ്പിന്ന് ഞാൻ ഒരു 2 പേക്ക് അടിച്ചിട്ടുണ്ട്. DF ലീവിലാണോ? കണ്ടില്ല? യെസ്, വന്നേന് നന്ദി. റീനയ്ക്ക് സുഖല്ലേ? അകത്ത് പോയി ചോദിക്കും. ഇതൊക്കെ ഒരു പരസ്പര ധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ? ധാരണ വേണം. സാറേ, സ്റ്റേഷനിലേക്കല്ലേ? ആനക്കയം വഴി വിട്ടാൽ മതി. അത് ഞാൻ തീരുമാനിച്ചോളാം. മയിലാടുംപാറ വഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു, ഇമ്മോറൽ ട്രാഫിക്. പിന്നെ സാറുമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കയം വഴി തന്നെ പൊക്കോട്ടെ. ഓ, അത് അടുത്ത പ്രാവശ്യം ആട്ടെ. ആയിക്കോട്ടെ. ആശാനെ, എടാ, ചെറിയൊരു ജീവപര്യന്തം ഞാൻ ഉടനെ വരില്ലേ?
അതല്ല ആശാനെ, പറ മോനെ. എന്റെ സൈക്കിൾ എവിടെ വെച്ചേ? സാറേ പോ. ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ തണുപ്പൊക്കെ അല്ലേ. അല്ല ബെന്നി, നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട, അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ആവുമ്പോൾ. ബെന്നിച്ച, നിങ്ങൾ വന്നു കയറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ. അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ? ബെന്നി, ഒരാഴ്ച മനുഷ്യനൊന്ന് ഉറങ്ങിയിട്ട് ഒതുക്കത്തെ കൊതുകും അവന്മാർ ഇന്റെ ചായക്കുന്നല്ല ചാച്ച. ചേട്ടായിക്ക് തല്ല് കിട്ടി. പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുകയല്ലെന്ന്. പാപ്പച്ചൻ എടി അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവോ? നിന്നെ തന്റെ ജോസഫ് അല്ലെന്ന് അവൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? നീ കിടക്കാണെങ്കിൽ കിടക്ക്, കിടന്നേ കിടന്നേ. സിസ്ലിക്കുട്ടി, നിങ്ങൾ എന്നെ അടി കെട്ടാഞ്ഞ്. എന്തോന്നാ? നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞിന്ന്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും സംശയമാണല്ലേ? അതിന് നീ വേറെ ആളെ നോക്കണം. എടി അവൻ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ. കുറച്ച് കള്ളം പറയും, അതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പമാണോ? നിനക്ക് മക്കളുണ്ടായതിന് ദേ, സ്റ്റേഷനിൽ കിട്ടിയതിന്റെ വാക്ക് ഞാൻ ഇവിടെ തരും കേട്ടോ. മിണ്ടാതെ കിടന്നോ. സിസ്ലി, എടി ആ കഥയൊന്ന് പറഞ്ഞ്. സിസ്ലി കുട്ടി, ആ കഥയൊന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് കേക്കട്ടെ. പറയണോ? അന്തവും കുന്തവും ഇല്ലാത്ത അന്നത്തെ കാലം. അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും പറയുന്നു കേക്ക്.